നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗുണ്ടകളുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണ്. പലപ്പോഴും പാല് കൊടുത്ത കൈക്കെട്ട് കടിക്കും. പോലീസിനെ വെല്ലുവിളിച്ച് ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ച് ജയിലറയ്ക്കുള്ളിലായ അർജുൻ ആയങ്കി ഇപ്പോൾ തലവേദനയാകുന്നത് CPM പാർട്ടിക്ക്. പ്രതിസന്ധി വന്നപ്പോൾ ഒപ്പം നിന്ന സഖാക്കളെ മറക്കരുത് എന്നാണ് അർജുൻ ആയങ്കി CPMനോട് പറഞ്ഞത്. MV ജയരാജനെയും പാർട്ടിയെയും പലതും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള അർജുൻ ആയങ്കിയുടെ കുറിപ്പിന് വലിയ സ്വീകാര്യതയാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന്. CPMനായി പണിയെടുത്ത ഒരു സംഘം യുവാക്കളാണ് പിന്നീട് പാർട്ടിയുടെ കൊട്ടേഷൻ സംഘമായി മാറിയതും ഒടുവിൽ കേരളത്തിൽ തഴച്ചു വളർന്ന മാഫിയ സംഘമായി പരിണമിച്ചതും. അർജുൻ ആയങ്കിയെ തൂക്കണമെന്നും അതിനുള്ള കരുത്ത് ആഭ്യന്തരമന്ത്രി കാട്ടണമെന്നും ഇക്കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞിരുന്നു. ആയങ്കി എവിടെയാണോ അവിടെ പോയി പോലീസ് പിടിക്കണമെന്നായിരുന്നു MV ജയരാജൻ്റെ ആഹ്വാനം. ആയങ്കിയുമായി CPMന് ബന്ധമില്ല, അയാൾ കൊട്ടേഷൻ സംഘാംഗമാണ്. MV ജയരാജൻ ആയങ്കിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞപ്പോൾ ആയങ്കിക്ക് പൊള്ളി. 5 വർഷം CPMലുണ്ടായിരുന്നുവെന്നും ഒരു സഖാവിന് കുത്തേറ്റപ്പോൾ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും MV ജയരാജനെ ആയങ്കി ഓർമ്മപ്പെടുത്തി. പിന്തുണയ്ക്കേണ്ട, പക്ഷെ പിന്നിൽ നിന്ന് കുത്തരുത്. MV ജയരാജൻ CPM ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് അർജുൻ ആയങ്കിയെ തള്ളിപ്പറയേണ്ടി വന്നത്. കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കൽ സമയത്ത് ആയങ്കിയുടെ ക്രിമിനൽ പശ്ചാത്തലം മാധ്യമങ്ങളിട്ട് അലക്കിയപ്പോൾ MV ജയരാജന് രക്ഷയില്ലാതായി. അങ്ങനെയാണ് ആയങ്കിയെ അന്ന് തള്ളിപ്പറഞ്ഞത്. CPMന്റെ പോസ്റ്റർ ബോയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഗുണ്ടാ സംഘ തലവനായി അർജുൻ ആയങ്കിയുടെ വളർച്ച. ആയങ്കിയുടേത് വെറും ഇൻസ്റ്റാഗ്രാം ഭീഷണി കേസ് എന്ന നിലയിലല്ല ഇപ്പോൾ സർക്കാരും പോലീസും എടുത്തിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഇനി പുറത്തു വരുന്നത് CPM എന്ന പാർട്ടി ഉൾപ്പെട്ട വലിയ മാഫിയ സംഘത്തിൻ്റെ കഥ. സംസ്ഥാനത്തെ വിറപ്പിക്കുന്ന അധോലോക സ്വർണ്ണക്കള്ളക്കടത്ത് ശൃംഖലകളിലേക്കും സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് കേരളത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന കള്ളക്കടത്ത് സാമ്രാജ്യം. പലപ്പോഴും സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന സംഘാംഗങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുന്ന രീതിയാണ് സ്വർണം പൊട്ടിക്കൽ. സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന അനധികൃത സ്വർണത്തിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ തട്ടിയെടുക്കുന്നു ചില മാഫിയ സംഘങ്ങൾ. അവരിൽ പ്രധാനിയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിയെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളടക്കമുള്ള വലിയ ശൃംഖല. ആയങ്കിയുടെ അറസ്റ്റോടെ ഈ മാഫിയെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പുറത്തുവരുമെന്ന് ആഭ്യന്തര വകുപ്പ് കണക്കുകൂട്ടുന്നു. കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ നടത്തുന്ന 1/2 ഡസനോളം വരുന്ന സംഘാംഗങ്ങൾ. അവരുടെ വിശദ വിവരങ്ങൾ ആയങ്കിയിൽ നിന്ന് അറിയുകയാണ് അന്വേഷണ സംഘത്തിൻ്റെയും പോലീസിൻ്റെയും പ്രഥമ ശ്രദ്ധ. രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലവും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങളും കൊണ്ട് കുപ്രസിദ്ധനാണ് അർജുൻ ആയങ്കി. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് തുടങ്ങി സ്വർണ്ണക്കവർച്ചാ സംഘത്തിൻ്റെ തലവനിലേക്കുള്ള അയാളുടെ വളർച്ച. ഒടുവിൽ പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിക്കുമ്പോൾ അർജുൻ ആയങ്കി കരുതിയത് പാർട്ടിയുടെ പരിപൂർണ സംരക്ഷണം തനിക്ക് കിട്ടുമെന്ന്. കോഴിക്കോട് ജില്ലയിലെ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയായ അർജുൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ CPM എന്ന പാർട്ടി തന്നെ. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പാർട്ടി നേതാക്കൾ അർജുൻ ആയങ്കിയെ പ്രോത്സാഹിപ്പിച്ചു. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരാണ് അർജുൻ്റെ ഉറ്റച്ചങ്കുകൾ. പാർട്ടിയിലുള്ള അർജുൻ്റെ വിശ്വാസം MV ജയരാജൻ്റെ പ്രസ്താവനയിലൂടെ മാത്രമല്ല. അപ്പോഴും അർജുൻ ആയങ്കി കരുതിയത് കണ്ണൂരിൽ എങ്ങനെയെങ്കിലും എത്തപ്പെട്ടാൽ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ സ്വീകരിക്കുമെന്ന്. പാർട്ടി കൈവിട്ടാലും പാർട്ടി ഗ്രാമങ്ങൾ കൈവിടുമെന്ന് ഒരിക്കലും അർജുൻ ആയങ്കി കണക്കുകൂട്ടിയില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കണ്ണൂരിലേക്ക് ആയങ്കി കുതിച്ചത്. ക്രിമിനൽ കേസിൽപ്പെട്ട് നിരവധി തവണ പോലീസിന് പിടികൊടുക്കാതെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മുമ്പ് ആയങ്കി ഒളിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ ആ ഇടങ്ങളിലൊന്നും ഇക്കുറി ആയങ്കിക്ക് അഭയം കിട്ടിയില്ല. കണ്ണൂരിലെത്തി 2 ദിവസത്തിനകം ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ വീണു. സ്വർണം പൊട്ടിക്കൽ കേസിൽ സ്ഥിരം പ്രതിയായി അർജുൻ ആയങ്കി തലവേദനയായതോടെയാണ് CPM പാർട്ടി ആയങ്കിയെ തള്ളിപ്പറഞ്ഞത്. അപ്പോഴൊക്കെ ആയങ്കി വെളിപ്പെടുത്തിയ ചില സത്യങ്ങളുണ്ട്. സ്വർണം പൊട്ടിക്കൽ കണ്ണികളിൽ നിന്ന് CPMന്റെ ചില പ്രാദേശിക നേതാക്കൾ പണം തട്ടുന്ന കഥകൾ. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ കേസുകളിൽ പെടുമ്പോൾ സാധാരണ പാർട്ടി ഗ്രാമങ്ങളിൽപ്പെട്ട മുടക്കോഴിമല പോലുള്ള പ്രദേശങ്ങളിലാണ് ഒളിച്ചിരിക്കാറുള്ളത്. സ്വന്തം നാടായ അഴീക്കോട് കപ്പക്കടവിലുണ്ടായ ഒരു അക്രമ കേസ്. ജയിലിൽ കഴിയുമ്പോൾ അന്ന് പരിചയപ്പെട്ടവരിലൂടെയാണ് കൂടുതൽ അധോലോക സംഘാംഗങ്ങളെ അർജുൻ ആയങ്കി തൻ്റെ വലയിലാക്കുന്നത്. കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വന്നപ്പോൾ
അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയുമൊക്കെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കൊട്ടേഷനുകളിലേക്ക് കടന്നു. പാർട്ടി നേതാക്കൾക്ക് ഇവരുമായി ബന്ധമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന് പാർട്ടി പ്രവർത്തനം പോലും പിന്നീട് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ആയങ്കിക്ക് പിഴച്ചത് സംസ്ഥാന പോലീസ് സേനയുടെ കഴിവിനെ ചോദ്യം ചെയ്തപ്പോൾ. പോലീസ് ഇൻസ്പെക്ടറെ പച്ചയ്ക്ക് പോരിന് വിളിച്ചപ്പോൾ ആയങ്കി ഒരിക്കലും കരുതിയില്ല ഇത്ര വലിയൊരു പതനത്തിൽ വീഴുമെന്ന്. അർജുനായങ്കി പിടികിട്ടാപ്പുള്ളിയായി മാറിയപ്പോൾ ആത്മാഭിമാനം രക്ഷിക്കാനുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. അവിടെ പി വിജയൻ എന്ന ഇരട്ടച്ചങ്കുള്ള ഒരു ADGPയുടെ കരുത്ത്, കാർത്തിക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ മികവ്, തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച കൺട്രോൾ റൂം 38 ഉന്നത ഉദ്യോഗസ്ഥരുമായി ഓപ്പറേഷൻ ആയങ്കി ദൗത്യം ഏകോപിപ്പിച്ചു. പോലീസ് സേനയുടെ ടീം സ്പിരിറ്റും നീക്കങ്ങളിലെ ചടുലതയും അന്വേഷണത്തിന് വേഗത കൂട്ടി. വിവിധ ജില്ലകളിലായി ചിതറിക്കിടന്നിരുന്ന അർജുനായങ്കിയുടെ സുഹൃത്തുക്കളുടെയും അനുയായികളുടെയും കൃത്യമായ വിവരങ്ങൾ ഇതിനിടയിൽ പോലീസ് ശേഖരിച്ചു. ആയങ്കിയുമായി ബന്ധപ്പെട്ട 32 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആയങ്കിയെ സഹായിക്കാൻ മറ്റുള്ളവർ ഭയപ്പെട്ടു. ആയങ്കിയിലേക്കെത്തുന്ന എല്ലാ കണ്ണുകളും മുറിച്ചു മാറ്റി എന്ന് പോലീസ് വിശ്വസിച്ച ആ നിമിഷം, അവിടെയാണ് അർജുനായങ്കി ഗത്യന്തരമില്ലാതെ അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്ക് ഓടിക്കയറുന്നത്. തൃശ്ശൂരിൽ വെച്ച് അർജുൻ്റെ സഹോദരൻ അഖിലായങ്കിയെ പിടികൂടിയത് അന്വേഷണത്തിൽ നിർണായകമായി. ശനിയാഴ്ച രാത്രി അർജുൻ്റെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയെ കോഴിക്കോട് വെച്ച് പിടികൂടിയപ്പോൾ രഹസ്യവിവരം കൈമാറിയത് എറണാകുളം പോലീസിന്. ആയങ്കിയുടെ അറസ്റ്റോടെ ആഭ്യന്തര വകുപ്പിന് കരുത്തുകൂടി. ഗുണ്ടകൾ സൈബർ ലോകത്ത് വിഹരിക്കുന്നത് നിയന്ത്രിക്കാൻ സോഷ്യൽ മീഡിയ ട്രാക്കിങ്ങുമായി കേരള പോലീസ് കുതിച്ചു. വീരാരാധനയും യുവാക്കളെ ക്രിമിനൽ സംഘങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങളും കണ്ടെത്തിയതോടെ പോലീസിൻ്റെ കൈവശമുള്ള ഗുണ്ട അക്രമി പട്ടികയിലുള്ള 300 പേരെ തേടി പോലീസ് സേന ഇറങ്ങി. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ലൈക്കുകളും കമൻറ്റുകളും ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നു. പോലീസിനെ വെല്ലുവിളിക്കുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കമൻ്റിടുകയും ലൈക്കടിക്കുകയും ചെയ്യുന്നവർക്ക് പിന്നാലെ പോലീസ് എത്തുമെന്ന് പി വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രഖ്യാപനം. ഗുണ്ടാ പട്ടികയിലുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നവരെയും പോലീസ് തിരയുന്നു എന്ന വെളിപ്പെടുത്തൽ കേരളത്തിൽ ഗുണ്ട മാഫിയ ശൃംഖലകളെ വിറപ്പിച്ചു. ജന്മദിനാഘോഷത്തിനും മറ്റും ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതും ഇത് റീൽസുകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതും പതിവാണ്. വീരാരാധന സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പല ഗുണ്ടാ നേതാക്കൾക്കും പാർട്ടി നേതാക്കളുമായി ഉറ്റ ചങ്ങാത്തം. ഇതിന് അറുതി വരുത്തുകയാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധ. സാങ്കേതിക വിദ്യയിലൂതി തന്ത്രപരമായി നീങ്ങിയ അർജുനായങ്കി ഒടുവിൽ വീണു. അർജുനായങ്കിക്ക് കേസ് നടത്താൻ പണത്തിനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സഹോദരൻ അജയ് ആയങ്കി അറസ്റ്റിലായത്. 16,000-ഓളം രൂപ ഫണ്ടിങ്ങിലൂടെ ശേഖരിച്ചു. ക്രൗഡ് ഫണ്ടിങ്ങിനായി പണം കൊടുത്തവരും പോലീസിൻ്റെ വലയിൽ ഉടൻ തന്നെ വീഴും. കണ്ണൂരിലെ ഒരു അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ഈ പണം എറണാകുളത്തെ മറ്റൊരു അഭിഭാഷകന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു. 5 മുതൽ 30 രൂപ വരെയുള്ള ചെറിയ തുകകളാണ് പലരും നൽകിയത്. വിവിധ സ്റ്റേഷനുകളിലായി അർജുനായങ്കിയുടെ പേരിൽ ഇപ്പോഴുള്ളത് 23 കേസുകൾ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത്, രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ, കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയുള്ള വധഭീഷണി, ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ, അഴീക്കോട് 2 RSS പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസ് തുടങ്ങി 23 കേസുകൾ. പോലീസ് പിടിക്കുമ്പോൾ പോലീസ് സംഘത്തിന് കൈമാറാൻ ഒരു മൊബൈൽ ഫോൺ അർജുനായങ്കി കയ്യിൽ കരുതിയിരുന്നു. ആ ഫോണിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. സിം കാർഡില്ലാത്ത ഫോൺ എന്തിനു കൊണ്ടു നടക്കുന്നു എന്ന പോലീസിന്റെ ചോദ്യത്തിന് ഒരു പരിഹാസ ചിരിയായിരുന്നു ആയങ്കിയുടെ ഉത്തരം. വേറെ ഫോണില്ല, ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ എവിടെയുള്ളതാണെന്ന് എനിക്കറിയില്ല, നഷ്ടപ്പെട്ടു. പക്ഷെ പോലീസ് നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം മണിമണി പോലെ അർജുനായങ്കി വെളിപ്പെടുത്തുന്നു. അർജുനായങ്കിയുടെ വിവരം പോലീസിന് കൈമാറിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ നൽകണമെന്നൊരു വ്യക്തി തന്നോട് അഭ്യർത്ഥിച്ചുവെന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ വ്യക്തമാക്കി. ആയങ്കി പിടികൂടിയതിനു പിന്നാലെ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി. നിരവധി ഗുണ്ടകളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വീണിരിക്കുന്നത്. ഏകദേശം 60ഓളം പേർ. പോലീസിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ആനക്കൊമ്പുകൾ കടത്തിയവരടക്കം ഇപ്പോൾ പിടിയിലായി. തന്നെ സഹായിച്ചവരുടെ പേരുകളടക്കം ഛർദ്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ അർജുനായങ്കിയുടെ കുറ്റസമ്മതം. ആദ്യം പരിഹാസച്ചിരിയോടെ പോലീസിനെ സമീപിച്ച അർജുനായങ്കി പോലീസ് കസ്റ്റഡിയിൽ ആകെ വിരണ്ടു. പൂർണ്ണമായി പാർട്ടി കൈയൊഴിഞ്ഞു. തൻ്റെ ആരാധകർക്കൊന്നും സൈബർ ഇടങ്ങളിൽ തനിക്ക് അഭിവാദ്യമർപ്പിക്കാൻ കഴിയുന്നില്ല.
എല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ ഒരൊറ്റ ടീമായി പോലീസ് നിന്നപ്പോൾ അവിടെ അർജുനായങ്കി വിറച്ചു. ഒടുവിലിത ജയിലറയ്ക്കുള്ളിൽ കിടന്ന് പിടയുകയാണ് അർജുനായങ്കി എന്ന ആ പേപ്പർ പുലി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.